പിണറായി കഴിക്കുന്ന അരിയല്ല നമ്മൾ കഴിക്കുന്നത്. വില അരിയാണ് തിന്നുന്നത്. അവൻ 60 രൂപയ്ക്ക് അരിയല്ല, ഞങ്ങള് 100 രൂപയുടെ അരിയാണ് അവൻ തിന്നുന്നത്. 100 രൂപയുടെ അരിയല്ല. പട്ടിണി കിടക്കാൻ 5-6 പെമ്പിള്ളേരെന്തോന്ന് ചെയ്യും? പെമ്പിള്ളേരെ കുഴിച്ചു മൂടുമോ? വിളിക്കണ്ട, ഒരാള് രണ്ടാള് വിളിച്ച് പറഞ്ഞാൽ ജീവിക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ പെമ്പിള്ളേരെ കൊണ്ടിട്ട് ജീവിക്കാൻ കഴിവില്ല. രാജ്യം ഞങ്ങൾക്ക് തരണം. ഞങ്ങളെ രാജ്യം വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങളെ രാജ്യം വിട്ടുകൊടുക്കത്തില്ല. ഞങ്ങളെ രാജ്യം ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കടലിന്റെ മക്കളാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി മരിക്കും. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി നിർത്തലാക്കണം. ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. പിടിച്ചടക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. 2016 ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി നമ്മുടെ സൗദകുമാരി ടീച്ചർ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം അന്ന് വന്നിട്ട് പറഞ്ഞു, അലോഷ്യസ് ഈ അന്താരാഷ്ട്ര തുറമുഖം ഒരു കാരണവശാലും നിങ്ങളിത് നടത്താൻ അനുവദിക്കേണ്ടെന്ന് പറഞ്ഞ് അന്ന് ടീച്ചർ എൻ്റെ ഭവനത്തിൽ വന്നിട്ടാണ്. അന്ന് എൻ്റെ തീരത്തിലുള്ള കുറച്ച് മണ്ണും കൊണ്ടാണ് ആ ടീച്ചർ മടങ്ങിപ്പോകുന്നത്. എനിക്കിന്ന് കേൾക്കാൻ ഇപ്പം ആ ഓർമ്മ ടീച്ചറും എൻ്റെ തലയ്ക്ക് വരെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കവിയാണ് അവർ. ആ ടീച്ചർ അന്ന് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? ഞങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതേ ഉള്ളൂ കാര്യം. ഒന്ന് ഞങ്ങളെ വീടൊക്കെ 10 ലക്ഷം രൂപ പദ്ധതി എന്ന് മോനെ. 10 ലക്ഷം രൂപ പദ്ധതി എന്നപ്പോൾ ഗവൺമെന്റ് 6 ലക്ഷം രൂപ എടുത്ത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം ഞങ്ങൾക്ക് പാഴായി കിടക്കുകയാണ്. വെള്ളമില്ലാതെ ഓരോരുത്തർ പേര് വീട് പോലും ഇല്ലാതെ കിടക്കുകയാണ്. വീട് പോലും ഇല്ലാതെ കിടക്കുന്ന മോനെ റോട്ടിലാണ് നമ്മളെല്ലാം കിടക്കുന്നത്. നമ്മളെ പാമ്പെല്ലാം ഉള്ള സ്ഥലത്താണ് നമ്മളെ കൊണ്ട് കളഞ്ഞത്. പാമ്പെല്ലാം വീണത്. ഞങ്ങൾക്ക് മുളക് പൊടിക്ക് 400 രൂപയായി, മല്ലിപ്പൊടിക്ക് 200 രൂപയായി, മഞ്ഞപ്പൊടിക്ക് 250 രൂപയായി, പഞ്ചസാരക്ക് 60 രൂപയായി. ഞങ്ങൾ ജീവിക്കും. കടലിലോട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ മത്സ്യ കച്ചവടം ചെയ്യണം. ഞങ്ങളാണ്. ഞങ്ങൾ കടലിലെ വരവുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു വരവുമില്ല. ഒരു വരവുമില്ല. ഈ കടലിന്റെ ഒരു വരവേ ഉള്ളൂ. ഞങ്ങളെ വൈദ്യുതടിക്കാൻ കാര്യം ഞങ്ങൾ ഇപ്പൊ തൊടാൻ പറഞ്ഞാണ് പോലീസുകാരന്മാരെ. ഇപ്പൊ തൊടാൻ പറയാ പോലീസ്. അച്ഛൻ അടിക്കായിരുന്നു. നമ്മൾ ആരും വരൂല. ഫാദർ വന്ന് സമാനം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അടിക്കാൻ ആരധികാരം കൊടുത്ത് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങളുടെ വോട്ടുകൊണ്ടാണ്, ഞങ്ങളുടെ അച്ഛനെ വോട്ടുകൊണ്ടാണ് അവർ മന്ത്രിയായത്. കടലോട് ജീവിച്ചവരാണ് കടൽ തൊഴിലാളികൾ. ഇപ്പൊ അവർക്ക് ജീവിതം മുട്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ അവർക്ക് ജീവിക്കാൻ അവരെ കുട്ടികളെല്ലാം പട്ടിണിയാണ് ഇപ്പൊ അവര്. അതുകൊണ്ട് അവർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കടല് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. മക്കളെ എങ്ങനെ ജീവിക്കുമെന്ന് പറ. ഇതാ ഇങ്ങനെ അവർ കൈയടക്കിക്കൊണ്ട് പോകുമ്പോ സർക്കാർ ഇതിങ്ങനെ കൈയടക്കിക്കൊണ്ട് പോകുമ്പോ പിന്നിലുള്ള മക്കൾ വരും തലമുറ സംരക്ഷിക്കണം. ഞങ്ങളുടെ തീരം സംരക്ഷിക്കണം. ഞങ്ങൾ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയുടെ കടക്കണിയിൽ ഒഴുകുകയാണ്. ഞങ്ങൾക്ക് കടലിൽ പോകാനോ പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനോ പറ്റുന്നില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ മണ്ണെണ്ണയ്ക്ക് കൊടുക്കുകയാണ്. 5000 രൂപ കടലിൽ പോയി ജോലി കിട്ടിയാൽ ഞങ്ങൾക്ക് 50 രൂപ ആണുങ്ങൾക്ക് കിട്ടുന്നില്ല. ജോലി ചെയ്ത് കിട്ടുന്നില്ല. ഞങ്ങൾ അത്രയ്ക്കും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയാണ്. ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് തിരിച്ചു തരണം. അവർക്ക് ഈ കടൽ പണി അറിയാവൂ. അങ്ങോട്ട് വരവാനില്ല. മേഘർ സൈഡൊക്കെ വേറെ ബിസിനസ് ഒന്നുമില്ല. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഇത് തന്നേ പറ്റൂ. ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇന്ധന വില കുറച്ച് തരണം. ഞങ്ങൾക്ക് വീട്ടിന്റെ പദ്ധതി തന്നിരയിൽ വേണ്ട. ഞങ്ങൾ കടലിന്റെ മക്കളെ കടലിൽ കിടന്ന് മരിച്ചോളാം. ഞങ്ങളുടെ തീരം ഞങ്ങൾക്ക് തന്നെ തരണം. സംരക്ഷിക്കണം. ഞങ്ങളുടെ കടലിനെ സംരക്ഷിച്ചാൽ മതി. ഞങ്ങൾ കടൽ കൊണ്ട് ജീവിക്കാം. അതുകൊണ്ട് ആ കടൽ ഞങ്ങൾക്ക് വേണം. മത്സ്യം പിടിച്ച് ഞങ്ങളുടെ കുട്ടികളെ വളർത്താം. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. ഞങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഞങ്ങളുടെ കടലിനെ ഞങ്ങൾക്ക് വേണം. ഈ വിഴിഞ്ഞ തുറമുഖം നിർമ്മാണ പദ്ധതി നിർത്തിവെക്കണം, മതിയാക്കണം. എന്നാലേ ഞങ്ങളുടെ തീരവും കൂടുതലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഈ പദ്ധതി തുടങ്ങുമ്പോൾ ഞങ്ങളുടെ കടലും തീരവും വീടും എല്ലാം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും സമരത്തിനിറങ്ങി. ഞങ്ങൾ മരണം വരെ ഈ സമരം വിജയിക്കാൻ മരണം വരെ ഒറ്റക്കെട്ടായി സമരം ചെയ്യുമെന്ന് മാത്രം ഞങ്ങൾ പറയുകയാണ്. തലമുറകൾക്ക് ജീവിക്കണം. എന്നും ജീവിക്കണം. മത്സ്യത്തൊഴിലാളികൾ ജീവിക്കണം. മത്സ്യ ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. പദ്ധതി ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് തീരം തന്നാതെ ഞങ്ങൾ മരിക്കണം. തീരം തന്നേ മതിയാവും.